Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ആലുവയിലെ കായിക പ്രേമികൾ കാത്തിരുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് 2025 ജനുവരി 5-ന് തുടക്കമാകും. മാറത്തനേഷ്യസ് അഖിലേന്ത്യാ ഇന്റർ സ്കൂൾ ഇൻവിറ്റേഷൻ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ഒളിമ്പ്യൻ ജിൻസി ഫിലിപ്പ് നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ ഓൾ ഇന്ത്യ ടൂർണമെന്റ് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് പറഞ്ഞമാരെ ടീമില്ലായിരുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റ് ആവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ടീമിനെയാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 4 ടീം അവർ എൻട്രി എടുത്തായിരുന്നു. അവസാനം ബോർഡ് എക്സാമിനേഷൻ വന്നപ്പോൾ 10th-ലും 12th-ലുള്ള കുട്ടികൾക്ക് അവിടുന്ന് പോരാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ആ 2 പേര് വിഡ്രോ ചെയ്തത്. എന്നാലും നമുക്ക് നല്ല സ്റ്റാൻഡേർഡുള്ള ഈ അക്കാദമികളെല്ലാം പല സ്കൂളുകളിലും അറ്റാച്ച് ചെയ്തതുകൊണ്ട് എല്ലാ ടീമുകളും നല്ല സ്റ്റാൻഡേർഡുള്ള ടീമുകളാണ്. അപ്പോൾ തന്നെ 6 ടീമാണ് മലപ്പുറത്ത് നിന്ന് എൻട്രി ചോദിച്ചത്. നമുക്ക് 4 ടീമിനെ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും അതുപോലെ തന്നെ നല്ല ടീമുകൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നല്ല മത്സരം തന്നെ ഇത്തവണ ടീമുകൾ കാഴ്ചവെക്കുന്ന ഷുവറാണ്. പിന്നെ പറഞ്ഞ പോലെ മിനി ടൂർണമെൻറ്റ് നമ്മൾ ഇതിൽ മെയിൻ ടൂർണമെൻറ്റിൽ കളിക്കാൻ ചാൻസ് കൊടുക്കാൻ പറ്റാത്തവരെയാണ് നമ്മൾ കുന്നംകുളത്തു നിന്നും പാലക്കാട് നിന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത്. മറ്റേ മെയിൻ ടൂർണമെൻറ്റിൽ 16 ടീമും മറ്റേതിൽ 10 ടീമും വെറ്ററൻസിൽ 6 ടീമുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ആലുവ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള മികച്ച 16 സ്കൂൾ ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. ഭാരതത്തിന്റെ അത്ലറ്റിക് പ്രതിഭയും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ ഒളിമ്പ്യൻ ജിൻസി ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. ആലുവ MLA അൻവർ സാദത്ത് അധ്യക്ഷത വഹിക്കും. സംഘാടക സമിതി മുഖ്യ രക്ഷാധികാരി ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടങ്ങുന്നത് മിനി ടൂർണമെന്റ് 1-ാം തീയതി തുടങ്ങും. അതിന്റെ ഫൈനൽസ് നമുക്ക് 1-ാം തീയതി പുസ്തകത്തിൽ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ 4 ദിവസം കൊണ്ട് ആ കളി നിർത്തിയിട്ട് ഫൈനൽസ് 8-ാം തീയതി ആ മെയിൻ ടൂർണമെന്റിന്റെ ഇടയിലാണ് വെച്ചിരിക്കുന്നത്. അതുപോലെ മെയിൻ ടൂർണമെന്റ് 5-ാം തീയതിയാണ് തുടങ്ങുന്നത്. അത് 23-ാം തീയതി എല്ലാ കൊല്ലവും നമ്മൾ ഫസ്റ്റ് സൺഡേ ജനുവരി 1st സൺഡേ തുടങ്ങി 23-ാം തീയതി ഡെഫിനറ്റായിട്ട് ഫൈനൽ നടക്കും. അതെന്ന് വെച്ചാൽ ഞങ്ങൾ മാറത്തനേഷ്യസ് ആ ബിഷപ്പിൻ്റെ ഫീസ് നടക്കുന്നത് 26-നാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 2 ദിവസം മുമ്പ് ഇത് തീരത്തക്ക വിധത്തിലാണ് എല്ലാ കൊല്ലവും നമ്മൾ നടത്തി വരുന്നത്. വെറ്ററൻസ് അതിൻ്റെ ഈ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വെറ്ററൻസ് ടൂർണമെൻറ്റ് നടക്കും. കഴിഞ്ഞ തവണ നമ്മൾ ഒരു 2-3 മത്സരങ്ങൾ പകുതി ഫ്ലഡ് ലൈറ്റിൽ നടത്തിയായിരുന്നു. അത് ഇത്തവണ അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് 5-ാം തീയതി തുടങ്ങുമ്പോൾ 23-ാം തീയതി വരെ ഓരോ മാച്ചിന് നമുക്ക് ഡേയ്സ് കിട്ടുന്ന കാരണം കൊണ്ട് വേറെ ഫ്ലഡ് ലൈറ്റിലേക്ക് പോകുന്നില്ല. അടുത്ത തവണ മിക്കവാറും കഴിഞ്ഞ തവണ ചെയർമാൻ പറഞ്ഞാണ് ഇത് ടർഫാക്കും, അപ്പോൾ നമുക്ക് ടർഫിൽ കളി കാണാമെന്നൊക്കെ എല്ലായിടത്തും പറഞ്ഞാണ്. പക്ഷേ അടുത്ത കൊല്ലെങ്കിലും അത് നടക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പം ഫുൾ ടൈം നമുക്ക് ക്രിക്കറ്റിലെ കളി നടത്താൻ സാധിക്കും. ജിൻസി ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒളിമ്പ്യനാണ് ഇത്തവണ ഉദ്ഘാടനം ചെയ്യണത്. അവരുടെ ഹസ്ബൻഡും വരുന്നുണ്ട്, അവരും ഒളിമ്പ്യനാണ്. രാമചന്ദ്രൻ ഒരു 10 വർഷം മുമ്പ് നമ്മുടെ ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. പിന്നെ ജിൻസി ഫിലിപ്പ് ഒരു പരിശീലക കൂടിയാണ്. അപ്പം ദ്രോണാചാര്യ അവാർഡ് ജേതാവുമാണ്. സംഘാടക സമിതി ചെയർമാനും ആലുവ നഗരസഭാധ്യക്ഷനുമായ MO ജോൺ പതാക ഉയർത്തും. ചടങ്ങിൽ ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പോലിത്ത, ഒളിമ്പ്യൻ P രാമചന്ദ്രൻ, TV പോൾ, ഫാസിൽ ഹുസൈൻ തുടങ്ങിയവർ സംസാരിക്കും. ഇതുവരെ ശരിക്കും നമ്മുടെ ആലുവ ലോകമായ പിന്തുണയും സഹകരണവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയുന്നുള്ളത് വാസ്തവത്തിൽ പുതിയ തലമുറയ്ക്ക് മാതൃകയാകേണ്ട ഒരു സംഗതിയാണ്. കാരണം ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ വികാര വിക്ഷോഭത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്ക ആ ദുര്യോഗം, അത് ആരാധകരെ വികാരം കൊണ്ട് ഉണ്ടാക്കിയ ടൂർണമെന്റിന്റെ സമയക്രമങ്ങളും മറ്റുമൊക്കെ വിശദീകരിക്കുന്നതിനുള്ള പത്രസമ്മേളനം ആരംഭിക്കുമ്പോൾ